ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഭക്തരുടെ വൻ തിരക്ക് ഇന്നില്ല. എന്നാൽ പുതുവത്സര പുലരിയിൽ അയ്യപ്പനെ ദർശിക്കാൻ തീർത്ഥാടക പ്രവാഹമായിരുന്നു. സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, പുതുവത്സര ദിനത്തിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് തിരക്കുണ്ടോ? എന്താണ് മലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയ ഒരു സായന്തനമാണ് കടന്നു പോകുന്നത്. ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ പുതുവർഷ പുലരിയിൽ അയ്യപ്പ ദർശനത്തിന് വൻ ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നെയ്യഭിഷേകം കഴിഞ്ഞ തീർത്ഥാടകർ മലയിറങ്ങിയതോടെ ആ തിരക്കിനൊരു കുറവുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ ഒരു തള്ളിക്കയറ്റം സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയങ്ങളിൽ സാധാരണ സന്നിധാനത്തെ മുക്കിലും മൂലയിലും അയ്യപ്പന്മാർ വിരിവെച്ച് നിറയേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ച ഇന്ന് വൈകുന്നേരവും ഈ രാത്രിയിലും ഉണ്ടാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല, സാധാരണ ഈ സമയത്ത് ശബരിപീഠം അപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ നീണ്ട നിര പോകേണ്ടതാണ്. പക്ഷേ ശബരിപീഠം വരെ നിലവിൽ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്ന് മൊത്തത്തിൽ 1 ലക്ഷത്തിലധികം തീർത്ഥാടകരെയാണ് ശബരിമലയിലേക്ക് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ നിമിഷം കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 62,000-ഓളം ആളുകളാണ് ശബരിമലയിൽ ദർശനം നടത്തിയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം തിരക്കിന് കാരണമായി പറയുന്നത് ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നട തുറന്ന 2 ദിവസങ്ങളായിരുന്നു കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുണ്ടാകാത്തത്. ഇനിയുള്ള 2 ദിവസം കൂടി ഇതേ നിലയിൽ മുന്നോട്ട് പോകും. അതിനുശേഷം ശനി ഞായർ ദിവസങ്ങളിൽ വലിയൊരു തിരക്കുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. എന്നാലും സമാധാനപരമായി ഈ തീർത്ഥാടന കാലം മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഇന്ന് സന്നിധാനത്തു നിന്നുണ്ടായ ഒരു ദുഃഖവാർത്ത, ഒരു അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശിയായ ദുരൈരാജാണ് പമ്പയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത്. ഗോപി. ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.